ഈസ്റ്ററൊക്കെ ആയിട്ട് നമുക്ക് ബീഫിൻ്റെ 2 കിടുക്കാച്ച് റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കിയാലോ. രണ്ടും ബീഫ് റോസ്റ്റ് തന്നെയാണ്. ഒരെണ്ണം കുറച്ച് ഡ്രൈ റോസ്റ്റും ഒരെണ്ണം അല്ലാതെയും ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ബീഫിൻ്റെ വലിയൊരു പീസ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഇത് നീളത്തിൽ അരിഞ്ഞെടുത്ത് മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് മസാല ഉണ്ടാക്കണം. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതോടൊപ്പം തന്നെ കുറച്ച് വത്തൽമുളക് ചതച്ചതാട്ടോ ചേർക്കുന്നത്. വത്തൽമുളക് ചതച്ചത് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം, ഇഷ്ടമുള്ള എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. അതിനോടൊപ്പം നമ്മൾ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. അത് ഞാൻ 2 ടേബിൾ സ്പൂണാണ് ചേർത്തത്. ഒരുപാട് കോൺഫ്ലോർ ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം അത് നമ്മുടെ ബീഫിൻ്റെ ടേസ്റ്റിനെ മാറ്റും. അതുകൊണ്ട് ആവശ്യത്തിന് കോൺഫ്ലോർ എടുക്കുക. അതിലേക്ക് കുരുമുളക് പൊടി ഇടുക, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കളർ കിട്ടും കേട്ടോ. അപ്പം ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയല്ല, നോർമൽ മുളക് പൊടിയാണ് എടുത്തത്. ഇനി ആവശ്യത്തിനുള്ള മസാലയും ചേർത്ത് ഉപ്പും ചേർത്ത് അതിനോടൊപ്പം കുറച്ച് വിനാഗിരി ചേർക്കുക. വിനാഗിരി ഒരുപാട് വേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പച്ചവെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ബീഫ് വേവിച്ചെടുത്ത വെള്ളമാണ് കേട്ടോ. അപ്പം അതിൻ്റെ സ്റ്റോക്കും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് മുറിച്ച് വെച്ചിട്ടുള്ള ബീഫ് അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം മാറ്റി വെക്കണേ. മാറ്റി വെച്ച് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസറിലോ ഇല്ലെങ്കിൽ നോർമലായിട്ട് വെറുതെ മാറ്റി വെച്ചാൽ മതി കേട്ടോ. പിന്നെ മസാല ഒന്നും കൂടെ കറക്റ്റായിട്ട് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. അതിന് പെട്ടെന്ന് മസാല പിടിച്ച് കിട്ടുക. അപ്പോൾ ഇതെല്ലാം ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോർമലായിട്ടുള്ള റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ബീഫെല്ലാം നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. കഷ്ണങ്ങളാക്കി നുറുക്കി മാറ്റിയിട്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കഴുകിയ ബീഫ് നമ്മൾ കുക്കറിലേക്ക് മാറ്റുകയാണ്. ഇനി ഈ ബീഫ് ഒന്ന് കുക്കറിലേക്ക് ഇട്ട് അതിനോടൊപ്പം മറ്റ് സാധനങ്ങൾ, അതായത് സവോള, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇതൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ 2 സവോള എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, രണ്ട് തക്കാളി, കുഞ്ഞു തക്കാളിയാണ് കേട്ടോ. അപ്പോൾ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളക് നെടുകെ കീറിയിടുകയാണ്. അതും നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ട് എടുക്കുക കേട്ടോ. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതായത് നമ്മൾ നോർമൽ ബീഫിൽ ചേർക്കാറുള്ള മസാലകളൊക്കെ ചേർക്കുക. കുറച്ച് ചേർത്താൽ മതി കേട്ടോ. നമുക്കിതിപ്പം ഇങ്ങനെ കുക്കറിൽ അടിച്ച് കിട്ടുമ്പോൾ അതിൽ ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൽ പിടിക്കാൻ കണക്കാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ ഇനിയിപ്പം നമുക്ക് മസാല ചൂടാക്കി ചേർക്കണേ. അതും കൂടെ കണക്കാക്കിയിട്ട് വേണം ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. ഉപ്പ് ഇട്ട് കൊടുത്തു. കുറച്ച് പെരിഞ്ചീരകമാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല ചേർത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. കുഴയ്ക്കുമ്പോൾ ഈ പറയുന്ന പോലെ നന്നായിട്ട് ഞെരടി തന്നെ കുഴച്ചെടുക്കുക. കാരണം ഈ ബീഫിലേക്ക് മസാല നല്ലപോലെ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ ഈ മസാലകളെല്ലാം വെന്ത് വരുമ്പോഴത്തേക്കും നല്ലപോലെ ബീഫിൽ പിടിച്ചിട്ടുണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം മതി കേട്ടോ. ഈ ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് വെള്ളം. ബീഫിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങുവേ. അപ്പോൾ അത് കണക്കാക്കിയിട്ട് മാത്രം വെള്ളം ഒഴിക്കുക, ഇല്ലെങ്കിൽ റോസ്റ്റായി കിട്ടാൻ പ്രയാസമായിരിക്കും കേട്ടോ. അപ്പോൾ അത് വേവിക്കാൻ വെച്ചതിന് ശേഷം നമ്മളൊരു ചട്ടി അടുപ്പിൽ വെച്ച് ഇനി മസാലകളൊന്ന് മൂപ്പിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ മല്ലിപ്പൊടി ഇട്ടു. ഈ സ്പൂണിലൊരു 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു കേട്ടോ ഇത്രയും ബീഫിന്. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി,
മസാലകളെല്ലാം എടുക്കുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കുക്കറിൽ വേവിക്കാൻ വെച്ചതിലൂടെ മസാല ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണക്കാക്കി വേണം ഈ മസാല മൂപ്പിച്ചെടുക്കാൻ കേട്ടോ. അതിലേക്ക് ചിക്കൻ മസാല ഇട്ടു. ഇത്രയും സാധനം നമ്മളിനി ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണേ. ഫ്ലെയിം നല്ലപോലെ കുറച്ചിട്ട് തന്നെ മൂപ്പിച്ചെടുക്കുക. കാരണം വെറും ചട്ടിയിലിട്ടാണ് നമ്മൾ മസാല മൂപ്പിച്ചെടുക്കുന്നത്. പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതില്ലാതിരിക്കാൻ ചെറു തീയിൽ തന്നെ കൈവിടാതെ ഇളക്കി മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പം മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതായത് ഇങ്ങനെ ഇതുപോലെ തന്നെ തവിയിട്ട് ഇളക്കി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മസാലയെല്ലാം കരിഞ്ഞു പോകും കേട്ടോ. ഈ മസാലയുടെ ചെറിയൊരു കരിഞ്ചവ് പോലും നമ്മുടെ കറിയെ ബാധിക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ആ സമയം കൊണ്ട് കുക്കർ 3 വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ. 3 വിസിലടിച്ചപ്പോഴത്തേക്കും ആവശ്യത്തിന് ഈ ബീഫ് വെന്തിട്ടുണ്ട്. ഇനി ഈ ബീഫ് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. കുക്കറിലിട്ട് ഇളക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമ്മളിതാ കുറച്ച് തുറന്നൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ ബീഫ് ഇതാ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലോട്ട് നമ്മളിതാ നേരത്തെ മൂപ്പിച്ച് വെച്ച മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഇത്രയും മസാലകൾ നമ്മൾ അതിലോട്ട് ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആയി വരുന്നത് വരെ നമ്മളൊന്ന് വേവിക്കണേ. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം ബീഫിൻ്റെ വേവ് എടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ വറ്റിച്ചെടുക്കുന്ന സമയത്ത് ഒത്തിരി വെന്തു പോകും കേട്ടോ. അങ്ങനെയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷേ എന്നാലും ചെറുതായിട്ടൊന്ന് കടിക്കുന്ന രീതിയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വറ്റി വരുന്ന സമയത്ത് നമ്മൾ കുരുമുളക് പൊടി നന്നായിട്ട് തൂവി കൊടുക്കുക. ഈ ബീഫിൻ്റെ പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ കുരുമുളക് പൊടിയാട്ടോ. അപ്പോൾ ഈ കുരുമുളക് പൊടി നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. എരിവ് കണക്കാക്കി ചേർത്ത് കൊടുക്കുക. ഇതിങ്ങനെ വഴറ്റി വരുമ്പോഴത്തേക്കും നല്ല കറുത്ത നിറമാകും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ബീഫിൻ്റെ എല്ലാ ആ ഒരു ടേസ്റ്റും ഇരിക്കുന്നത് ഇതുപോലെ കറുത്ത് വരുമ്പോഴാട്ടോ. അങ്ങനെ നമ്മൾ അത്യാവശ്യം വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും വറ്റിച്ചെടുക്കുന്നില്ല. കാരണം ഇനിയും വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിപ്പം നാളത്തേക്കും കൂടി ഞങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ അത്യാവശ്യം ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇരുന്ന് തന്നെ ഇത് കുറുകും കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കത്തെ ചോറിനുള്ള വിഭവങ്ങളായിട്ട് ബീഫിൻ്റെ റോസ്റ്റും കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും ആയിരുന്നു കേട്ടോ. അപ്പോൾ ചോറ് കഴിക്കാൻ പോവാണ്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഡ്രൈ ഫ്രൈയുടെ സംഭവങ്ങളെല്ലാം കൂടി എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. ഒരുപാട് നേരമൊന്നും വേണ്ട കേട്ടോ. കാരണം ബീഫ് നേരത്തെ വെന്തതാണല്ലോ. ഇനിയിപ്പോൾ ഈ മസാലകൾ മാത്രം മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പം ഞാൻ നല്ല ഫ്ലെയിമിൽ തന്നെ അതിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുകയാണ്. അപ്പം മൊരിഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും നെടുകെ കീറിയതും ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കറുമുറാന്നിരിക്കുന്ന ബീഫ് ഡ്രൈ റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്നാക്ക് പോലെ കഴിക്കാൻ പറ്റുന്നൊരു സംഭവം കേട്ടോ ഇത്. അത്ര ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസ്റ്ററൊക്കെ അല്ലേ, ബീഫിൻ്റെ ഓരോ വിഭവങ്ങളായിട്ട് തയ്യാറാക്കി നോക്കാം. അപ്പോൾ നല്ല മുരാന്നിരിപ്പുണ്ട് കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണേ. അപ്പോൾ എല്ലാവരും ഈ ഈസ്റ്ററിന് ബീഫ് ഇതുപോലെയും കൂടെ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. എന്തായാലും ഫീഡ്ബാക്ക് നിങ്ങളുടെ കമൻസ് ആയിട്ട് അറിയിക്കുക. നമ്മുടെ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം മാക്സിമം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അതേപോലെ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. ഓക്കെ, ബൈ.